നമ്മൾ 21st ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഇസ് ഓപ്ഷൻ എ തിങ്കിങ്, ഓപ്ഷൻ ബി ഇൻക്യുബേഷൻ, ഓപ്ഷൻ സി ഇല്യൂമിനേഷൻ, ഓപ്ഷൻ ഡി വേരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ഇല്യൂമിനേഷൻ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 ഫേസസ് ആണ് അതിന് ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ആണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയും അതുപോലെ തന്നെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഗ്യാദറിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ആണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ ആണ്. ഹിയർ ദർ ഇസ് ആൻ ആബ്സെൻസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇവിടെ ക്രിയേറ്റീവ് തിങ്കിങ് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ നടക്കുന്നില്ല. വി ടേക്ക് റെസ്റ്റ് ആൻഡ് കീപ് ദ പ്രോബ്ലം എവേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസ്റ്റ് എടുക്കുകയാണ്. ദർ ഇസ് ആബ്സെൻസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഇൻ ഇൻക്യുബേഷൻ സ്റ്റേജ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഇല്ലുമിനേഷൻ വിച്ച് ഇസ് ദ തേർഡ് സ്റ്റേജ്. അപ്പോൾ ഇല്ലുമിനേഷൻ എന്ന് പറയുമ്പോൾ തേർഡ് സ്റ്റേജ് ആണ്. അവിടെ നമുക്കൊരു സഡൻ ഇൻസൈറ്റ് ഉണ്ടാകുകയാണ്. നമ്മുടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സഡൻ ഇൻസൈറ്റ്, പെട്ടെന്നൊരു ഒരു ഇൻസൈറ്റ് ഉണ്ടാകുകയാണ്. അതിന് നമുക്ക് യുറേക്ക മൊമെൻറ്റ് എന്ന് വിളിക്കുന്നത്. യുറേക്ക, നമുക്ക് പെട്ടെന്നൊരു സാധനം കിട്ടി, ക്ലിക്കായി. ഓക്കെ, നമ്മളെ ഒന്ന് മിന്നിക്കുക എന്നൊക്കെ പറയത്തില്ലേ, പെട്ടെന്ന് നമുക്ക് ക്ലിക്കായി എന്തോ ഒരു കാര്യം. അപ്പോൾ അതൊരു യുറേക്ക സ്റ്റേജാണ്. ഓക്കെ, യുറേക്ക സ്റ്റേജാണ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വേരിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. നമ്മുടെ ഇല്യൂമിനേഷൻ, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയല്ലോ, ആ ഒരു ഐഡിയ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണ് ഈ ഒരു വേരിഫിക്കേഷൻ സ്റ്റേജിൽ. ഐഡിയ ഇസ് വെരിഫൈഡ്, ദ വേർഡ്സ് ഗെറ്റ് റിട്ടൺ ഡൗൺ. അപ്പം നമ്മൾക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടായത് നമ്മൾ പെട്ടെന്ന് എഴുതിയെടുക്കുകയാണ് ഈ ഒരു സ്റ്റേജിൽ. വേരിഫിക്കേഷൻ സ്റ്റേജിൽ നമ്മൾക്ക് നേരത്തെ ഉണ്ടായ ഇല്യൂമിനേഷൻ സ്റ്റേജിലുണ്ടായ ആ ഒരു സഡൻ ഇൻസൈറ്റ് നമ്മൾ പെട്ടെന്ന് റൈറ്റ് ഡൗൺ ചെയ്യുകയാണ്. അപ്പം നമ്മൾ മറന്നു പോകത്തില്ലല്ലോ. ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. നമ്മളൊരു കവിത എഴുതാനായിട്ട് ശ്രമിക്കുന്നു. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ ഇൻക്യുബേഷൻ സ്റ്റേജിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുകയാണ്. ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഈ കവിതയെക്കുറിച്ച് നമുക്കൊരു സ്പാർക്ക് ഉണ്ടാകുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യുറേക്ക കണ്ടുപിടിച്ചേന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. അതിനുശേഷം നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ പോയി പെട്ടെന്ന് നമുക്ക് എന്താണോ ആ ഒരു ബോധം തെളിഞ്ഞത്, പെട്ടെന്ന് ക്ലിക്കായ ആ ഒരു കവിതയെക്കുറിച്ച് നമ്മൾ നോട്ടിൽ എഴുതുകയാണ് ഈ ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക്സ്? ഹ്യൂറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ്സ് ഓപ്ഷൻ എ നിമോണിക്സ്, ഓപ്ഷൻ ബി പ്രോബ്ലം സോൾവിങ് ടെക്നീക്ക്, ഓപ്ഷൻ സി ചങ്ക്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി പ്രോബ്ലം സോൾവിങ് ടെക്നീക്കാണ്. ഓക്കെ, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനും ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ രാവിലെ കോളേജിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ദിവസം നമ്മുടെ കോളേജിൽ നമ്മുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വിളിച്ച് പറയുവാണ്, എടി അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, കാരണം അവിടെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഈ ഒരു തോട്ട് വരും, ആ ഒരു റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, കൺസ്ട്രക്ഷൻ വർക്കാണ്, അപ്പോൾ കുറേ തടസ്സങ്ങൾ അവിടെ കാണും, എനിക്ക് അതിലെ കൂടെ പോയി കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിലെത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിൽ പോകാനായിട്ട് പ്രശ്നമായിരിക്കും, അതുകൊണ്ട് ഞാൻ സ്കൂട്ടി പോകുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ആ വഴി പോകണ്ട, മറ്റേ കുറുക്ക് വഴി കൂടെ പെട്ടെന്ന് എത്താം. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെൻ്റൽ ഷോർട്ട് കട്ട് ദാറ്റ് അലൗ പീപ്പിൾ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ജഡ്ജ്മെൻറ്റ്സ് ക്വിക്ക്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. അതൊരു മെൻ്റൽ ഷോർട്ട് കട്ടാണ്. അത് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ആരെ ഹെൽപ്പ് ചെയ്യും? ആൾക്കാരെ സഹായിക്കുന്നു. ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ജഡ്ജ്മെൻറ്റ്സ് ക്വിക്ക്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് ഒരു പ്രോബ്ലം നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ അതിനെ ക്വിക്കായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻ്റൽ ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നിമോണിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണ്. ന്യൂമോണിക്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് മെമ്മറി ഇംപ്രൂവിങ് ടെക്നീക്കാണ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് ടെക്നീക്കാണ്. പക്ഷേ നിമോണിക്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ഇംപ്രൂവിങ് ടെക്നീക്കാണ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ആക്രണിംസും എക്രൗസ്റ്റിക്സും. ആക്രണിംസ് എന്ന് പറയുമ്പോൾ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. മഴവില്ലിൻ്റെ 7 ഡിഫറെൻറ്റ് കളേഴ്സ് കറക്റ്റ് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ
കളേഴ്സിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ അക്രോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്രോണിംസ് എന്ന് പറയുന്നത്. എന്നാൽ എക്രോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു WBC എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് ഓർഡറിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്, ഇസ്നോഫിൽ, ബാസോഫിൽ, ഇതാണ് ശരിക്കുമുള്ള ഓർഡർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ പഠിക്കും? ഇത് തലേ കയറുന്നില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അതിനൊരു കോഡ് യൂസ് ചെയ്യും. നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ്. അപ്പോൾ നെവറിൻ്റെ എന്നിൽ ന്യൂട്രോഫിൽ ഉണ്ട്, ലെറ്റിൽ ലിംഫോസൈറ്റ് ഉണ്ട്, മങ്കിയിൽ മോണോസൈറ്റ് ഉണ്ട്, ഈറ്റിൽ ഇസ്നോഫിൽ ഉണ്ട്, ബനാനാസിൽ ബാസോഫിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുന്നതിനെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? അക്രോസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ചങ്ക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾക്ക് ഒരു എസ്സേ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വലിയ പാരഗ്രാഫ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് അതേപോലെ പഠിക്കുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞ പോലെ കാണാപ്പാടം അതുപോലെ പഠിക്കും. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വലിയ എസ്സേ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിലുള്ള മെയിൻ ആശയങ്ങൾ ചങ്കുകളായിട്ട്, ദാറ്റ് മീൻസ് സ്മോളർ യൂണിറ്റ്സ് അല്ലെങ്കിൽ സ്മോളർ പീസസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം പഠിച്ചിട്ട് അതിനെ ജോയിൻ ചെയ്ത് ലാസ്റ്റ് ആ ഒരു എസ്സേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. സോ ചങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് സ്മോളർ പീസസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ദം ഇൻ ടു ബിഗർ യൂണിറ്റ്സ്. ബിഗർ യൂണിറ്റ്സ് ആക്കുകയാണ്. എങ്ങനെ? സ്മോളർ ആയിട്ടുള്ള പീസുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം, അത് നമ്മൾ പഠിച്ചതിന് ശേഷം, അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബിഗർ യൂണിറ്റ് ആക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ ചങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇനി നമ്മൾ 23rd ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചൂസ് ദ കറക്റ്റ് വൺ ഫോർ ECCE. ഓക്കെ, ഓപ്ഷൻ എ എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ വിത്ത് എക്സെപ്ഷനാലിറ്റീസ്. ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓപ്ഷൻ സി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഫോർ എക്സെപ്ഷണൽ. ആൻഡ് ഓപ്ഷൻ ഡി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതിനെ ചിലപ്പോൾ നമുക്ക് നാഷണൽ വേണമെങ്കിൽ എന്നും കൂടെ അതിൻ്റെ മുമ്പിലിട്ട് ചോദിക്കാം. NECCE എന്താണ്? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷനും നാഷണൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ്സ് എ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ചിൽഡ്രൻ ബിലോ 6 years. അത് കുട്ടികൾക്ക് 6 വയസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്, social, emotional, cognitive, physical needs in order to build a solid and broad foundation for lifelong learning and well-being. ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരു നല്ല വിദ്യാർത്ഥിയാകാനും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള വെൽബീങ്, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെറുതെ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് അല്ല, മറിച്ച് സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ഒരേപോലെ ഒരുമിച്ച് ഒരേ ഇമ്പോർട്ടൻസോട് കൂടി ചെയ്യുന്ന അതാണ് അതിനെ നറിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ എയിമായിട്ട് പറയുന്നത്. എന്തിൻ്റെ എയിമായിട്ട് പറയുന്നത്? ECCEയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്സ് സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ഫിസിക്കൽ നീഡ്സ് ഇൻ ഓർഡർ ടു ബിൽഡ് എ സോളിഡ് ആൻഡ് ഒരു ബ്രോഡ് ഫൗണ്ടേഷൻ, ഒരു സോളിഡ് ഫൗണ്ടേഷൻ, ഒരു ബേസിക് ഫൗണ്ടേഷൻ കുട്ടിക്ക് ഒരു ഭാവിയിലോട്ടുള്ള ലേണിങ്ങിനും അതുപോലെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ജീവിതകാലം മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ് ഈ ഒരു ECCE. Okay, now moving to the next question. The organization NCSE set up to improve the delivery of education services through inclusive education stands for. അപ്പോൾ NCSE എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി നാഷണൽ കൗൺസിൽ ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി നാഷണൽ കൗൺസിൽ ഫോർ സോഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി നാഷണൽ കമ്മിറ്റി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു NCSE എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2003 എസ്റ്റാബ്ലിഷ് ചെയ്തത് ടു ഇംപ്രൂവ് ഡെലിവറി ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ് ടു പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ്, ഡിസബിലിറ്റീസ്
ഓക്കെ. അപ്പം ഡിസേബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ സർവീസസിൻ്റെ ഡെലിവറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ ഒരു NCSC എന്ന് പറയുന്നത്. അത് 2003 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ. നൗ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shruti is an 8th standard student. She has very high achievement scores, high in all subjects except mathematics. She has some particular difficulty in doing addition, subtraction, division and multiplication. Here we can assume that she is having what? Adinte correct answer option A dyslexia, option B dysgraphia, option C dyscalculia, option D dyspraxia ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ. ഓക്കെ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഡിസ്ലെക്സിയ, അതൊരു റീഡിംഗ് ഡിസബിലിറ്റിയാണ്. കുട്ടിക്ക് സ്പെല്ലിങ്ങും അതുപോലെ തന്നെ റീഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇനി ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ ആണെങ്കിലോ അത് റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. കുട്ടിക്ക് പിന്നെയും ഈ ഒരു കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഡിഫിക്കൽട്ടീനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റൈറ്റിംഗ് ഡിസബിലിറ്റി ഓഫ് ചിൽഡ്രൻ ഓർ എനി പേഴ്സൺ. ഇനി ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഡിസ്കാൽക്കുലിയ. ഈ ഒരു വേർഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിസേബിൾ ആണ്, അല്ലെങ്കിൽ പാടാണ്, ഡിഫിക്കൾട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല അച്ചീവ്മെൻറ്റ് വേറെ സബ്ജക്ട്സുകളിലും എല്ലാത്തിലും കാണും, പക്ഷേ മാത്സിൽ ഏറ്റവും പുറകോട്ടായിരിക്കും അവർ. ഓക്കെ. ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്, മൂവ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ ആക്ഷൻ ചെയ്യാനൊക്കെ മൂവ്മെൻറ്റ്സിനൊക്കെ ഭയങ്കര പാടായിരിക്കും ഈ ഒരു ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾക്ക്. ഓക്കെ. നൗ മൂവിങ് ടു ദ 26th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? ഒരു ടീച്ചറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്, ഓപ്ഷൻ ബി ടു ബി പങ്ക്ച്വൽ ഇൻ ദ ക്ലാസ്, ഓപ്ഷൻ സി ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്, ഓപ്ഷൻ ഡി ടു ബി എ ഗുഡ് ഒറേറ്റർ. അതിൻ്റെ റൈറ്റ് ആൻസർ ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. ഒരു ടീച്ചറിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതല്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാ ദിവസവും കറക്റ്റ് 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9 മണിക്ക് എത്തുക എന്നതല്ല, പങ്ക്ച്വൽ ആകുക എന്നതുള്ളതല്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വർക്ക്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്നുള്ളതും അല്ല. ഒരു ഗുഡ് ഒറേറ്റർ ആണോ? അതുമല്ല. ഒരു ഗുഡ് ഒറേറ്റർ ആയിരിക്കണം, പക്ഷേ അത് നിർബന്ധം ഇല്ല. പക്ഷേ ഒരു കുട്ടിയുടെ ഡിഫിക്കൽട്ടി അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നത് ആരാണോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ടീച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ. നൗ മൂവിങ് ടു ദ 27th ക്വസ്റ്റ്യൻ. വാട്ട് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിൽ ഏത് ഉത്തരമാണ്? പ്രോഡക്റ്റ് ഓഫ് കൺവേർജൻറ്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് റീസണിങ്, പ്രോഡക്റ്റ് ഓഫ് മെറ്റാകോഗ്നിറ്റീവ് തോട്ട്സ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പല ദിശകളിൽ നിന്ന് ഒറ്റ ദിശയിലോട്ട് പോകുന്നതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റൊരു ദിശയിൽ നിന്ന് പല ദിശകളിലോട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ലവ് എന്നൊരു ടോപ്പിക്ക് കിട്ടുകയാണ്. അപ്പം നമ്മൾ അതിനെ ക്രിയേറ്റീവ് തിങ്കിങ് നടത്തുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? കൺവേർജൻറ്റ് തിങ്കിങ് ഒരിക്കലും നടത്തത്തില്ല. കാരണം നമ്മൾ ഒരു ഒറ്റ ടോപ്പിക്കിലോട്ടേ എത്തത്തുള്ളൂ. ലവ് തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ അവിടെ ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ. എന്നാൽ ഡൈവേർജൻറ്റ് തിങ്കിങ് വരുമ്പോൾ നമ്മൾ പല ടൈപ്സ് ഓഫ് ലവിലോട്ട് പോകുകയാണ്, പല ദിശകളിലോട്ട് ലവിൻ്റെ ഡിഫറെൻറ്റ് സ്കോപ്പുകളിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി അവിടെയാണ് ഉണ്ടാകുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് പ്രൊഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഓക്കെ. നൗ എക്സ്പാൻഡ് IEDC. IEDC എന്ന് പറയുന്നത് എന്താണ്? IEDC എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ റോങ് ആണ്. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എങ്കിലും നമുക്ക് IEDC എന്താണെന്ന് നോക്കാം. അതൊരു സ്കീമാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് ടു പ്രൊമോട്ട് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് IEDC. 1974 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്.
Here, children with disabilities were given with financial support for books, stationery, school uniform, transport, special equipments and aids. അപ്പോൾ ഇവിടെ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ബുക്കുകൾ വാങ്ങിക്കാനും അതുപോലെ യൂണിഫോം പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാനും അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെയാണ് ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള എയ്ഡ്സുകൾ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സും എയ്ഡുകളും എല്ലാം ഈ ഒരു IEDCക്കാർ എന്ത് ചെയ്യും? കൊടുക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ ആണ് അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു ബിൽഡ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഓൾസോ ഹെൽപ്പ് ദം ടു ബി കറേജിയസ് ഇൻ ദെയർ ലൈഫ്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിലുണ്ടാകാം. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലുകളിൽ നിന്ന് ഒരു റിലീഫ്, അതിൽ നിന്ന് എങ്ങനെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാം, അതുപോലെ തന്നെ എങ്ങനെ ജീവിതത്തിനെ ലൈഫിനെ കറേജിയസ് ആയിട്ട് ബ്രേവ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഗവൺമെൻറ് സ്കീമാണ് ഈ ഒരു IEDC എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ A ആലൻ ബ്ലൂം, ഓപ്ഷൻ B ഒവൈഡ് ഡെക്രോളി, ഓപ്ഷൻ C ജോൺ ഡൂയി, ഓപ്ഷൻ D ലെവ് വൈഗോട്സ്കി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ഒവൈഡ് ഡെക്രോളി ആണ്. ഒവൈഡ് ഡെക്രോളി. ഹി ഈസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് മറ്റു ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ C, ഇതിൽ 2 ഓപ്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ജോൺ ഡൂയി, അത് പ്രോജക്റ്റ് മെത്തേഡും അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഓപ്ഷൻ D എന്ന് പറയുമ്പം ലെവ് വൈഗോട്സ്കി, അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് അസോസിയേറ്റ് ചെയ്ത പേഴ്സൺ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Piaget used the term schemata to refer to the cognitive structures underlying the organized pattern of dash. Option A behavior, option B experience, option C operations, option D concept. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, കോൺസെപ്റ്റ്. അപ്പം സ്കീമേറ്റ അല്ലെങ്കിൽ സ്കീമ എന്ന് പറയുന്നത് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ഓർ ആക്ഷൻസ്. ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ആക്ഷൻസിൻ്റെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനെയാണ് സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്കീമ? ഇറ്റ് ഈസ് എ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ഓർ ആക്ഷൻസ്. ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ഐഡിയാസിനെ നമുക്ക് കോൺസെപ്റ്റ് എന്നും കൂടി വിളിക്കാം അല്ലേ? ഒരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റുകളുടെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓപ്ഷൻ D കോൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് 31st ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ബെസ്റ്റ് റെമഡി ഓഫ് ദ സ്റ്റുഡൻസ് പ്രോബ്ലം റിലേറ്റഡ് ടു ലേണിംഗ് ഇസ് The best remedy of the student's problem related to learning is option A suggestion for hard work, option B supervised study in library, option C suggestion for private tuition and option D diagnostic teaching. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ബെസ്റ്റ് റെമഡി ഫോർ സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലേണിംഗ്? കുട്ടിക്ക് ഒരു ലേണിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുകയാണ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് റെമഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി ഓപ്ഷൻ D ആണ്. എന്ത്? ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. കുട്ടിയുടെ പ്രശ്നം, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് അവിടെ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് അപ്ലൈ ചെയ്യുക. അല്ലാതെ നീ ഇനിയും പഠിക്കുക അല്ലെങ്കിൽ ലൈബ്രറി പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷന് പോവുക, ഇങ്ങനെ പറയുന്നതല്ല. ഒരു ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് നടത്തുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് റെമഡി ഫോർ ദ സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലേണിംഗ്. ഇനി നമുക്ക് 32nd ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ നെയിം വില്യം സ്റ്റേൺ ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഇമോഷണൽ കോഷ്യന്റ്, ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഓപ്ഷൻ സി ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ് കോഷ്യന്റ്. അപ്പം ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ് കോഷ്യന്റ്. നെയിം വില്യം സ്റ്റേൺ ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻ്റലിജൻസ് കോഷ്യന്റ്. അപ്പം ദ ടേം വാസ് കോയിൻഡ് ബൈ IQ എന്നുള്ളൊരു ടേം, ഇൻ്റലിജൻസ് കോഷ്യന്റ് എന്നുള്ളൊരു ടേം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് വില്യം സ്റ്റേൺ ആണ്. പക്ഷേ അത് പ്രാക്ടീസിലോട്ട് കൊണ്ടുവന്നത് മെയിനായിട്ട് കുറേ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ടേർമാൻ ആണ്. ടേർമാൻ, TERMAN, ടേർമാൻ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഹൂ
പോപ്പുലറൈസ്ഡ് ദ ടേം ചോദിച്ചാൽ ടേമാനും, ഹു ഇനിഷ്യേറ്റഡ് ഓർ ഫൗണ്ടഡ് ഓർ ഹു ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം സ്റ്റേൺ എന്നുമാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ IQ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. IQ is equal to mental age by chronological age into 100. മെൻ്റൽ ഏജ്, മാനസികമായിട്ടുള്ള എത്രമാത്രം ഏതാണോ നിങ്ങളുടെ ഏജ് അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ക്രോണോളജിക്കൽ ഏജ്, സാധാരണയുള്ള നമ്മുടെ ഏജ് ഇൻറ്റു 100. ഓക്കെ, അതാണ് IQ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഇനി EQ എന്ന് പറയുമ്പോൾ ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. ഓക്കെ, അത് ആരാണ് പോപ്പുലറൈസ് അല്ലെങ്കിൽ ആരാണ് ഹൂ ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ, GOLEMAN, ഡാനിയൽ ഗോൾമാൻ ആണ് EQ ആയിട്ട് റിലേറ്റ് ചെയ്ത ആള്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഹോവേർഡ് ഗാർട്ട്നർ ആണ് അതിൻ്റെ മെയിൻ ആള് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കീഴിൽ ഹോവേർഡ് ഗാർഡ്നർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കീഴിൽ ഒരു 11 ഇൻ്റലിജൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ആദ്യത്തെ ഇൻ്റലിജൻസ് ആണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ദിസ് ഇൻ്റലിജൻസ് ഇംപ്ലൈസ് ദ എബിലിറ്റി ടു ലേൺ ആൻഡ് യൂസ് ലാംഗ്വേജ്. നമുക്ക് എന്തുമാത്രം ലാംഗ്വേജ് ലേൺ ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനായിട്ടും ഉള്ളൊരു കഴിവ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അപ്രിഷിയേറ്റ് മ്യൂസിക്. ഒരു നല്ല മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുണ്ടോ, അങ്ങനെയുള്ള ഒരാൾക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് കൂടുതൽ. തേർഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്കൊരു എബിലിറ്റി ഉണ്ടാകുകയാണ് ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി അനലൈസ് ചെയ്യാനും അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നാൽ എന്താണ്? എബിലിറ്റി ടു പെർസീവ് വിഷൻ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ്. നമ്മൾക്ക് ഒരു സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്ക് ഉറപ്പായിട്ടും ഒരു റൂമിൽ വസ്തുക്കളെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പെർസീവ് വിഷൻ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ്. സ്പേസിനെ കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുക, ഇവിടെ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇന്നയിടത്ത് ഇത്ര സ്ഥലമുണ്ട്, സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ഒരു ഡയമെൻഷൻസിനെ കുറിച്ചും കറക്റ്റായിട്ടൊരു ബോധമുള്ളവർക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇനി ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു യൂസ് പാർട്സ് ഓഫ് ദ ബോഡി ടു സോൾവ് പ്രോബ്ലം ഓർ ക്രിയേറ്റ് സംതിങ്. നമ്മുടെ ബോഡി പാർട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ്, ടു അപ്രിഷിയേറ്റ് വൺസ് ഫീലിങ്സ്, ഫിയേഴ്സ്, മോട്ടിവേഷൻ, ഡ്രീംസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഗോൾസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി, നമ്മൾക്കൊരു എബിലിറ്റി ഉണ്ടാകണം ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്തുകൾ, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഇൻട്രാക്ട് സക്സസ്ഫുള്ളി വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിവുണ്ടോ, അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടാകും. ഇനി നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു നർച്ചർ ആൻഡ് റിലേറ്റ് ഇൻഫർമേഷൻ ടു വൺസ് നാച്ചുറൽ സറൗണ്ടിങ്. നമ്മളുടെ നാച്ചുറൽ വേൾഡിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും നല്ലപോലെ നേച്ചറിനെ സ്നേഹിക്കുകയും നമ്മളുടെ സറൗണ്ടിങ്സിൽ എന്താണ് നടക്കുന്നത്, നാച്ചുറൽ വേൾഡിൽ എന്താണ് നടക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ടൊരു നമുക്ക് പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ഉണ്ട്. ഓക്കെ, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റൈസ് and reflect on philosophical questions about life, death, ultimate realities. നമ്മുടെ ജസ്റ്റ് ഇവിടെ ജീവിതത്തിനപ്പുറം നമ്മുടെ ഫിസിക്കൽ വേൾഡിന് അപ്പുറമുള്ള ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ ഒരു വേൾഡിനെ കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് ജീവിതത്തിൻ്റെ ഫിലോസഫി, വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ഡെത്ത്, എന്താണ് ജീവിതം, എന്താണ് മരണം, എന്താണ് സന്തോഷം എന്ന് ഫിലോസഫിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.
ഇനി മോറൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് മൊറാലിറ്റി. എന്താണ് നല്ലത്, എന്താണ് മോശം, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ് മോറൽ ഇൻ്റലിജൻസ്. ആൻഡ് ഫൈനലി ദ 11th ഇൻ്റലിജൻസ്, അത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണ്, ഇംപ്ലൈയിങ് ഓർ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് സ്പിരിച്വൽ മാറ്റേഴ്സ്. ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ മാറ്റേഴ്സിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബൈ ഹോവേർഡ് ഗാർഡനറിൻ്റെ കീഴിൽ 11 ഇമ്പോർട്ടൻറ്റ് ഇൻ്റലിജൻസുകളാണ് വരുന്നത്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെലക്ട് ദ 4th സ്റ്റേജ് ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, കാരണം അതിൻ്റെ ആ ഒരു ഓപ്ഷൻസുകൾ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4th സ്റ്റേജ് ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വരുന്നത് സ്റ്റിമ്യുലസ് റെസ്പോൺസ് ലേണിംഗ്. സ്റ്റിമ്യുലസ് റെസ്പോൺസ് ലേണിംഗ്. അതിൻ്റെ മേളിൽ വരുന്നത് സൈക്കോ മോട്ടോർ കണക്ഷൻ ലേണിംഗ്. സൈക്കോ മോട്ടോർ കണക്ഷൻ ലേണിംഗ് ആണ് 3rd ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. 4th എന്ന് പറയുമ്പോൾ 4th സ്റ്റേജ് അല്ലെങ്കിൽ 4th ഹൈറാർക്കിയിൽ വരുന്നതാണ്, ഹൈറാർക്കിയുടെ 4th പൊസിഷനിൽ വരുന്നതാണ് വെർബൽ അസോസിയേഷൻ. ഓക്കെ, വെർബൽ അസോസിയേഷൻ. ദെൻ കംസ് ദ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ് അടുത്ത ഒരു ഹൈറാർക്കിയിലുള്ള ആ ഒരു പൊസിഷൻ. അതിനുശേഷം കോൺസെപ്റ്റ് ലേണിംഗ്. കോൺസെപ്റ്റ് ലേണിങ്ങിന് ശേഷം പ്രിൻസിപ്പൽ ലേണിംഗ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ 4 വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ താഴത്തുള്ള ഏറ്റവും ബേസിൽ കാണുന്ന 4 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ടു ബിഹേവിയറൽ ആസ്പെക്ട്സ്. നമ്മുടെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആസ്പെക്റ്റുകളാണ് ഈ പറഞ്ഞ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, സൈക്കോമോട്ടോർ കണക്ഷൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അത് ഇറ്റ്സ് മോർ ടു ബിഹേവിയർ ആസ്പെക്ട്സ്. എന്നാൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, സോ ഇതെല്ലാം വരുന്നത് ഇറ്റ് ഈസ് മോർ ടു കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് കവർ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലാസ്റ്റ് പറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് 34th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ഹൗ മെനി പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആർ ദെയർ? അപ്പോൾ തേഴ്സ്റ്റൺ, LL തേഴ്സ്റ്റൻ്റെ എന്താണ്, എത്ര പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 5, ഓപ്ഷൻ B 6, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 8, ഓപ്ഷൻ C 7 ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 7 ക്ലസ്റ്റേഴ്സ് ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ വേർഡ് ഫ്ലുവൻസി, സെക്കൻഡ് വൺ വെർബൽ കോംപ്രിഹെൻഷൻ, തേർഡ് വൺ സ്പേഷ്യൽ എബിലിറ്റി, ഫോർത്ത് വൺ പെർസെപ്ച്വൽ സ്പീഡ്, fifth one numerical ability, sixth one inductive reasoning, and finally the 7th one is memory. വേർഡ് ഫ്ലുവൻസി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നല്ലപോലെ ഫ്ലുവൻ്റ് ആണോ, നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റുമോ, വേർഡിൽ നല്ല ഫ്ലുവൻസി ഉണ്ടോ, അതിനെയാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ഹാവ് റെഡ്. നമ്മൾ വായിച്ച സാധനം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് വെർബൽ കോംപ്രിഹെൻഷൻ്റെ അർത്ഥം. സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഇന്ന സ്പേസിൽ ഇത്രയും ഏരിയ കാണും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെയുള്ളവർ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുമ്പോൾ ക്വിക്ക്ലി ഐഡൻറ്റിഫൈയിങ് വിഷ്വൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റി ഉള്ളത്, എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി, നമ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി. ഇൻഡക്റ്റീവ് റീസണിങ് നമ്മൾ പറഞ്ഞായിരുന്നു, പെർട്ടിക്കുലർ ടു ജനറൽ, പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ്സിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് റീറ്റെയിൻ ചെയ്യാനും അതുപോലെ റീകോൾ ചെയ്യാനും
ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് റോട്ട് മെമ്മറി, അല്ലാത്ത മെമ്മറി, കുറേ ടൈപ്സ് ഓഫ് മെമ്മറീസ് ഒക്കെ ഈ ഒരു മെമ്മറിയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഇനി 35th ക്വസ്റ്റ്യൻ. അനിത is friendly, always willing to help others and compassionate. While considering Gardner's theory, it can consume that Anita has option A intrapersonal intelligence, option B existential intelligence, option C spatial intelligence, option D interpersonal intelligence. So the right answer is option D interpersonal intelligence. മറ്റുള്ളവരായിട്ട് നമുക്ക് സോഷ്യലായിട്ട് പെരുമാറാൻ പറ്റുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ എന്ന് വിളിക്കുക. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകുക, അതിനെയാണ്. ഇനി എക്സിസ്റ്റൻഷ്യൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? സ്പേസുകളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇത്രയും സെൻറ്റ് സ്ഥലമുണ്ട്, ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ, ഈ എൻജിനീയേഴ്സിനൊക്കെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ 35th ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് 36th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. When was KCF formed? KCF ഫോം ചെയ്ത വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2007 ആൻഡ് ഓപ്ഷൻ ഡി 2008. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ 2007 ആണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് NCF. NCF എന്ന് പറയുമ്പോൾ 2005 ഫോം ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദ athletic race, John says to his coach, I know I can do well in this race. This is the example of John's option A self-efficacy, option B overconfidence, option C self-boasting, option D intrinsic motivation. Okay, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ self-efficacy. Self-efficacy എന്നാൽ എന്താണ്? A person's belief in his or her ability to succeed in a particular situation. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എനിക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബിലീഫിനെയാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. കോൺഫിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, പക്ഷേ ഇതൊരു ഓവർ കോൺഫിഡൻസ് അല്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി റൈറ്റ് ആകാതിരുന്നത്. ഇനി സെൽഫ് ബോസ്റ്റിംഗ് അതുമല്ല, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പൊങ്ങുകയോ അല്ലെങ്കിൽ പൊക്കുകയോ ചെയ്യുമല്ല, SP അല്ല. ഓക്കെ, സ്വയം പൊക്കിയല്ല. ഓപ്ഷൻ ഡി ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാഷൻ കൊണ്ട്, ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ വിച്ച് ഇസ് കമ്മിങ് ഫ്രം വിത്തിൻ എന്ന് പറയുന്നത്. സെൽഫ് എഫിക്കസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പേഴ്സൺസ് ബിലീഫാണ്. ഇവിടെ കുട്ടിക്ക് ഒരു ബിലീഫാണുള്ളത്. എന്ത്? ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, ഐ ക്യാൻ ഡു വെൽ ഇൻ ദിസ് റേസ്. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് കുട്ടി. അപ്പോൾ ഞാൻ ഇതിൽ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ കുട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് സെൽഫ് എഫിക്കസിയാണ്. ഓക്കെ, 38th question. Select the term used by Albert Bandura to refer to overall process of social learning. Overall process of social learningനെ മെയിനായിട്ട് വിളിക്കാൻ പറ്റുന്നത് എന്ത് പേരിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി സെൽഫ് എഫിക്കസി, ഓപ്ഷൻ സി റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മോഡലിംഗ്. അപ്പോൾ ആൽബർട്ട് ബന്ദൂര പുള്ളിക്കാരൻ തന്നെ കോയിൻ ചെയ്ത അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തൊരു ടേമാണ് സെൽഫ് എഫിക്കസി. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ആൽബർട്ട് ബന്ദൂര ഈസ് റിലേറ്റിംഗ് ടു സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം. എനിക്ക് അങ്ങനെയാണ് അബദ്ധം പറ്റിയത്, പക്ഷേ അതല്ല റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ മോഡലിംഗ് ആണ്. Bandura asserts that most human behavior is learned through observation, imitation, modeling and not ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ കണ്ടീഷനിങ്. നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവ്ലോവിൻ്റെയും അതുപോലെ സ്കിന്നറിൻ്റെയും തിയറിസ്റ്റിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷനിലൂടെ കുട്ടിയുടെ ബിഹേവിയർ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ബന്ദൂര പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലേൺഡ് ത്രൂ എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവേഷനിലൂടെയും അതുപോലെ തന്നെ ഇമിറ്റേഷനിലൂടെയും മോഡലിങ്ങിലൂടെയും മറ്റുള്ളവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നല്ലപോലെ ഒബ്സർവ് ചെയ്യുക, അവരുടെ നല്ല ക്വാളിറ്റീസ് നമ്മൾ മോഡലായിട്ട് എടുത്തിട്ട് അത് റെഫർ ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിൽ ചേഞ്ചുകൾ വരുത്താൻ ശ്രമിക്കുക നമ്മുടെ ബിഹേവിയറിൽ. അതാണ് ആൽബർട്ട് ബന്ദൂര പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡലിംഗ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Lakshmi complains when her tall, thin glass of juice is poured into a short but wider glass. She tells her father that she now has less juice. Lakshmi has not yet grasped
The principle of option A, conservation, option B, animism, option C, egocentrism, and option D, constancy. So option A ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ, കൺസർവേഷൻ. അപ്പോൾ പിയാജെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടികൾക്ക് എന്തോ ഒരു ഗെയിൻ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ആ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം? ചിൽഡ്രൻ ഗെയിൻ എബിലിറ്റി ഓഫ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ. കുട്ടികൾക്ക് ഈ ഒരു കൺസർവേഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാകുകയാണ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് സ്റ്റേസ് ദ സെയിം ഇൻ ക്വാണ്ടിറ്റി ഈവൻ ദോ ഇറ്റ്സ് അപ്പിയറൻസ് ചേഞ്ചസ്. ഒരു ഗ്ലാസ് 2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഗ്ലാസ് അത് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്താലും അതിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ ലോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഷേപ്പിലുള്ള കോൺ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്, പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി ചിലപ്പോൾ ഒരെണ്ണം വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, മറ്റേത് വിഡ്ത്ത് കൂടുതലായിരിക്കും, മറ്റേതിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഡൗട്ട് വരാം ഇവത്തിൽ ഏതായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന്. എന്നാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലുള്ളൊരു കുട്ടിക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. ആ കുട്ടിക്ക് ലോ ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അറിയാം. ദാറ്റ് ഈസ് എന്താണ്? സംതിങ് സ്റ്റേസ് ദ സെയിം. എന്താണെങ്കിലും അതിപ്പം ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദർ വുഡ് ബി നോ ചേഞ്ച്. ഒരു ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ദ MMPI is used to assess എന്താണ്? എന്ത് അസസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു MMPI യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, മെമ്മറി, ഓപ്ഷൻ ബി, ഇൻ്റലിജൻസ്, ഓപ്ഷൻ സി, പേഴ്സണാലിറ്റി, ഓപ്ഷൻ ഡി, ക്രിയേറ്റിവിറ്റി. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മിനിസോട്ട മൾട്ടിഫെസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആണ്. ഓക്കെ, MMPI. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റ് പഠിച്ചപ്പോഴത്തേക്ക് പഠിച്ചൊരു കാര്യമാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒരു സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. മിനിസോട്ട മൾട്ടിഫെസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. മിനിസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് അല്ലെങ്കിൽ മാറ്റ് എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ഒരു ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി അളക്കാനുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് പല ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. സോ ഇത്രയാണ് നമ്മുടെ 40 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസും എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.